ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കണ്ട. ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 28 മില്യൺ ബെൽസ് ഓറഞ്ച് പ്ലാന്റ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സിൽവർ പിറ്റൂണിയ പ്ലാന്റാണിത്. ഇതിൻ്റെ പോട്ടിംഗ് മീഡിയം എങ്ങനെ തയ്യാറാക്കി, ഏത് പോട്ടിലാണിത് നട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിനകത്ത് ഫ്ലവർ എല്ലാം സാധാരണ നിങ്ങളെല്ലാവരും തന്നെ സിൽവർ പിറ്റൂണിയയുടെ ഫ്ലവർ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതിനകത്തൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഒരു സ്റ്റാർ പിറ്റൂണിയൊക്കെ കയറി വന്നിട്ടുണ്ട്, പിന്നെ വൈറ്റ് ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറേയധികം വെറൈറ്റി ഉള്ളതുകൊണ്ടാവാം ഇങ്ങനെയുള്ള വെരിഗേഷൻസ് ഫ്ലവറിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പോട്ടിംഗ് മീഡിയം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന പോട്ടിംഗ് മീഡിയം എന്ന് പറയുന്നത് ചുമന്ന മണ്ണാണ്. ചുമന്ന മണ്ണിൻ്റെ കൂടെ ഒരു 2 പിടി ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ട്രീറ്റഡ് ചകിരിച്ചോറാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പിടി നമ്മുടെ ഉമി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 മീഡിയവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പോട്ടിംഗ് മീഡിയം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ പോലെ തന്നെ പിറ്റൂണിയ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നട്ടത്. വളരെ ചെറിയ തൈകളായിരുന്നു ഈ പോട്ടിൽ നട്ട സമയത്ത്. ഒരു പ്ലാന്റ് മാത്രമാണ് ഇതിനകത്ത് നട്ടിരിക്കുന്നത്. പക്ഷെ നല്ല ബുഷിയായിട്ട് തന്നെയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ബുഷി പ്ലാന്റാണ്. അപ്പോൾ ഈ സിൽവർ പിറ്റൂണിയ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് അല്ല വെച്ചിരിക്കുന്നത്, വെർട്ടിക്കലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെർട്ടിക്കലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പോട്ടാണ്. നമ്മൾ ഇതിനു മുന്നേ ഈ പോട്ടിൽ എങ്ങനെയാണ് പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല അത്യാവശ്യം ഒത്തിരി വിലയൊന്നുമില്ല, എന്നാലും സാധാരണ ഹാങ്ങിങ് പോട്ടിൽ നിന്ന് കുറച്ചും കൂടെ റേറ്റ് ആയിട്ടുള്ള പോട്ടാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള പോട്ടാണ്. എത്ര വെയിൽ കൊണ്ടാലും ഒരു കളർ ഫെയ്ഡാവോ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവുന്ന ടൈപ്പോ അല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പോട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ പോട്ടിനൊരു ചരിവുണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പോട്ടിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നില്ല. അതായത് ആ പിറ്റൂണിയയുടെ ആ നട്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കുന്നില്ല. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ പോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ, കണ്ടിന്യൂസ് വെയിൽ ഇതിനകത്ത് തട്ടുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ടിരിക്കുന്നതിൻ്റെ രഹസ്യവും അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വാട്ടറിങ് എന്ന് പറഞ്ഞാൽ ദിവസം നമ്മൾ 2 നേരമെങ്കിലും വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ടെന്ന് വെച്ചാൽ, ഒന്നാമത് ചുമന്ന മണ്ണിലാണ് നട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നല്ല വെയിലടിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ് രാവിലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 1 മണിയാകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ഒന്നും കൂടെ വെള്ളം കൊടുക്കേണ്ടി വരും. പക്ഷേ അത് ഒരിക്കലും പ്ലാന്റ് ഒന്ന് മഞ്ഞളിപ്പുണ്ടാവുകയോ അതല്ല പ്ലാന്റ് ചീത്തയാവുന്നതായിട്ടോ കണ്ടിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്കിതിനകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഒരുപാട് കട്ടിങ്സ് എടുക്കാനുണ്ട്. കട്ടിങ്സ് പിടിപ്പിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റെം നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. മാത്രമല്ല, ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഓരോ ഫ്ലവർ പൊഴിയുന്ന സമയത്തും പുതിയ സീഡ് പോഡ് ഉണ്ടാകും. ഒരുപാട് സീഡ് പോഡിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സീഡ് ഇതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും. സിൽവർ പിറ്റൂണിയുടെയും യെല്ലോ പിറ്റൂണിയുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്കിത് വെർട്ടിക്കലായിട്ട് സെറ്റ് ചെയ്യാം. അത് മാത്രമല്ല, ഇഷ്ടംപോലെ സീഡ് ഉണ്ടാകുന്ന ടൈപ്പുമാണ്. അപ്പോൾ ഈ സിൽവറും യെല്ലോയും കൂടെ ഒന്നിടവിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പ്ലാന്റ് ആ വെർട്ടിക്കൽ ഗാർഡൻ ഒരു പ്രത്യേക ഭംഗി കിട്ടും. നമ്മുടെ ലീഫി പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് നമ്മുടെ ഈ സിൽവർ പിറ്റൂണിയയും യെല്ലോ പിറ്റൂണിയയും. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലൊരു സ്കാർലറ്റ് റെഡ് വെറൈറ്റിയൊക്കെ ഉണ്ട്. അതും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്ന ടൈപ്പല്ല, താഴേക്ക് വരത്തില്ല, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. നല്ല ബുഷിയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.